പീപ്പിൾ എക്സ്ക്ലൂസീവ് വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസിന്റെ നോട്ടപ്പുള്ളികളായി മുൻ മന്ത്രി കെ ബാബുവിനു പുറമെ 20 UDF നേതാക്കൾ, മുൻ മന്ത്രിമാർ, MLA മാർ എന്നിവരെ കൂടാതെ ചില മുൻ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളും ഹിറ്റ് ലിസ്റ്റിൽ. വിജിലൻസ് ഡയറക്ടറുടെ നിർദ്ദേശപ്രകാരം ഇവരുടെ സ്വത്ത് വിവരങ്ങൾ ശേഖരിച്ചു തുടങ്ങി. സിജു ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും. സിജു, കെ ബാബു മാത്രമല്ല മറ്റ് 20 പേർ കൂടി വിജിലൻസിന്റെ നോട്ടപ്പുള്ളികളാകുന്നു എന്നുള്ള വ്യക്തമായ വിവരങ്ങൾ നമുക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആരൊക്കെയാണ് ഈ ഹിറ്റ് ലിസ്റ്റിൽ പെട്ടിരിക്കുന്നത്? വ്യക്തമായ വിവരം അഞ്ജു പറയുകയാണെങ്കിൽ വിജിലൻസ് ഡയറക്ടർ ശേഖരിച്ച പട്ടിക പ്രകാരം കഴിഞ്ഞ UDF മന്ത്രിസഭയിലെ മിക്കവാറും എല്ലാ മന്ത്രിമാരും, അതായത് മന്ത്രി ആര്യാടൻ മുഹമ്മദ്, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, PK ജയലക്ഷ്മി, അതോടൊപ്പം തന്നെ AP അനിൽകുമാർ, PK കുഞ്ഞാലിക്കുട്ടി, PK അബ്ദുൾ റബ്ബ്, VK ഇബ്രാഹിം കുഞ്ഞ്, മഞ്ഞളാംകുഴി അലി, MK മുനീർ, ഷിബു ബേബി ജോൺ, അനൂപ് ജേക്കബ്, KP മോഹനൻ, KM മാണി, PJ ജോസഫ് തുടങ്ങിയ മന്ത്രിമാരും അതോടൊപ്പം തന്നെ ബെന്നി ബെഹനാൻ, PC വിശ്വനാഥ് എന്നീ MLA-മാരുടെയും സ്വത്തുവിവരങ്ങൾ ശേഖരിച്ചതായാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഏതായാലും ജില്ലാ യൂണിറ്റുകൾക്ക്, അതായത് വിജിലൻസിന്റെ ജില്ലാ യൂണിറ്റുകൾക്ക് വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസ് ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകി. ഇതിന്റെ വിവരശേഖരണം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്നുമായി നടക്കുന്ന മന്ത്രി കെ ബാബുവിന്റെ അനധികൃത സ്വത്ത് സംബന്ധിച്ച വിവരങ്ങൾ റെയ്ഡ് നടത്തി ശേഖരിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിന്റെ തുടർച്ചയായിട്ടാണ് മറ്റു മന്ത്രിമാർക്കെതിരെ അന്വേഷണം ശക്തമാക്കാൻ വിജിലൻസ് ഡയറക്ടർ നിർദ്ദേശിക്കുകയും ഇതിന്റെ അടിസ്ഥാനത്തിൽ വിവരങ്ങൾ ശേഖരിച്ചു തുടങ്ങുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്ത്, അതായത് 2011-2016 കാലഘട്ടത്തിൽ ഈ മന്ത്രിമാരും അതോടൊപ്പം തന്നെ അവരുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളും സമ്പാദിച്ച സ്വത്തുക്കളെക്കുറിച്ചാണ് അന്വേഷണം നടക്കുന്നത്. പല മന്ത്രിമാരും അതായത് മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫുകൾ മന്ത്രിമാരെക്കാൾ കൂടുതൽ സ്വത്ത് സമ്പാദിച്ച വിവരങ്ങൾ വിജിലൻസ് ലഭിച്ചിട്ടുണ്ട്. ഇവരിലേക്കും അന്വേഷണം വ്യാപിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെയാണ് കഴിഞ്ഞ മാസം CN സ്റ്റാഫിൽപ്പെട്ടിരുന്ന ലിജോ ജോസഫ്, തൃശൂർ സ്വദേശി ലിജോ ജോസഫിന്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയിരുന്നു. കണക്കിൽപ്പെടാത്ത സ്വത്തുകൾ, അനധികൃത സ്വത്ത് വിവരങ്ങൾ ശേഖരിച്ചതിന്റെ കണക്കുകൾ വിജിലൻസ് ശേഖരിച്ചിരുന്നു. അതോടൊപ്പം തന്നെ നമുക്കറിയാം, മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്ന ടെന്നി ജോപ്പന്റെ പത്തനാപുരത്തെ വസതിയിൽ ആ സോളാർ അഴിമതി കേസ് കാലഘട്ടത്തിൽ നടത്തിയ റെയ്ഡിൽ 5 വർഷത്തിനിടെ ടെന്നി ജോപ്പൻ സമ്പാദിച്ച സ്വത്ത് വിവരങ്ങൾ സംബന്ധിച്ചും വിജിലൻസ് വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. ഏതായാലും കഴിഞ്ഞ ദിവസം തന്നെ വിജിലൻസ് ഡയറക്ടർ ഇത് സംബന്ധിച്ച നിലപാട് വ്യക്തമാക്കിയിരുന്നു. അഴിമതിയെ സമൂഹത്തിൽ നിന്ന് തുടച്ചു മാറ്റുക എന്ന നിലപാടാണ്, അതായത് പിണറായി വിജയൻ സർക്കാരിന്റെ പിന്തുണയോട് കൂടി തന്നെയാണ് ഈ വിജിലൻസിന്റെ ഈ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തുള്ള ഭൂരിപക്ഷം മന്ത്രിമാരും അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചു. മാത്രവുമല്ല, വിജിലൻസ് ഈ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളിൽ പലരും മന്ത്രിമാരെക്കാൾ, അതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന വസ്തുത, മന്ത്രിമാരെക്കാൾ കൂടുതൽ സ്വത്ത് സമ്പാദിച്ചത് നിരവധി പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളാണ്. ഇവരിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച വിവരങ്ങൾ, അതായത് 2011-2016 കാലഘട്ടത്തിൽ ഇവർ എത്രത്തോളം വസ്തുവകൾ ശേഖരിച്ചു, പലയിടങ്ങൾ നമുക്കറിയാം. കഴിഞ്ഞ ദിവസം തന്നെ കെ ബാബുവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. 41 ഇടങ്ങളിൽ ബിനാമി പേരിൽ കെ ബാബു വസ്തുവകൾ വാങ്ങിക്കൂട്ടി. അതോടൊപ്പം തന്നെ മകളുടെയും മകന്റെയും മരുമകന്റെയും പേരിൽ പല സ്ഥലങ്ങളിൽ വസ്തുവകൾ വാങ്ങിക്കൂട്ടുകയും വാഹനങ്ങളും സ്വർണ്ണങ്ങളും ഉൾപ്പെടെ വാങ്ങിക്കൂട്ടുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ ഒരു മന്ത്രിയിൽ മാത്രം അന്വേഷണം ഒതുക്കാതെ UDF മന്ത്രിസഭയിലെ മിക്കവാറും എല്ലാ മന്ത്രിമാർക്കെതിരെ നമുക്കറിയാം, അവസാന സമയത്തെ UDF കടുംവെട്ട് മന്ത്രിസഭയുടെ യോഗ തീരുമാനങ്ങൾ ഏകദേശം 250ഓളം തീരുമാനങ്ങളാണ് ഒറ്റ മന്ത്രിസഭയിൽ തന്നെ എടുത്തത്. അതിൽ തന്നെ നിരവധി പേർക്ക് വസ്തു ചാർത്തിക്കൊടുത്തത് അടക്കമുള്ള വിവരങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ട്. ആ കാര്യങ്ങളെല്ലാം പരിശോധിച്ചുകൊണ്ട് തന്നെ മിക്കവാറും എല്ലാ മന്ത്രിമാരും, നമുക്കറിയാം, അടൂർ പ്രകാശ് കഴിഞ്ഞ സോളാർ വിവാദം കത്തിപ്പടർന്ന സമയത്ത് തന്നെ അടൂർ പ്രകാശ്, അതോടൊപ്പം തന്നെ ചെന്നിത്തല, VS ശിവകുമാർ അടക്കമുള്ളവരുടെ പേരുകൾ ഉയർന്നു വന്നിരുന്നു. മാത്രമല്ല, ബാർക്കോഴ ആരോപണം ഉയർന്ന സാഹചര്യത്തിൽ തന്നെ മാണിയെ കൂടാതെ ഈ ബാർ ഹോട്ടൽ ഉടമകൾ രമേശ് ചെന്നിത്തലയ്ക്ക്, ആഭ്യന്തരമന്ത്രിയായിരുന്ന രമേശ് ചെന്നിത്തലയ്ക്കും അന്ന് ആരോഗ്യമന്ത്രിയായിരുന്ന VS ശിവകുമാറിനും അതോടൊപ്പം തന്നെ ആര്യാടൻ മുഹമ്മദിന് അടക്കം കോഴ നൽകിയതായ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ഈ കാര്യങ്ങൾ എന്തല്ല, അത് മാത്രമല്ല, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മുത്തൂറ്റ് ഫിനാൻസിൽ കഴിഞ്ഞ 2 ആഴ്ചക്ക് മുമ്പ് നടത്തിയ വിജിലൻസ് റെയ്ഡ്, അതിൽ തന്നെ കുറേയധികം ക്രമക്കേടുകൾ കണ്ടെത്തിയിരുന്നു. ഈ മുത്തൂറ്റ് ഫിനാൻസിൽ അടക്കമുള്ള സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങളിൽ ഈ മന്ത്രിമാരും പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളും നിക്ഷേപങ്ങൾ നടത്തിയിട്ടുള്ളതാണ് വിജിലൻസിന് വിവരം ലഭിച്ചിരിക്കുന്നത്. ഈ പശ്ചാത്തലത്തിൽ കൂടി വേണം വിജിലൻസിന്റെ മുന്നോട്ടുള്ള നീക്കങ്ങളെ കാണേണ്ടത്. ഏതായാലും ബാബുവിൽ മാത്രം അന്വേഷണം ഒഴുകുന്നില്ല. ഒരു മന്ത്രിസഭയാകെ തന്നെ കോഴപ്പുള്ളികളായി മാറിയ ഒരു സാഹചര്യമാണ് ഇപ്പോൾ വ്യക്തമായിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസിന്റെ നിർദ്ദേശപ്രകാരം ജില്ലാ വിജിലൻസ് യൂണിറ്റുകൾ എല്ലാ മന്ത്രിമാരുടെയും പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളുടെയും അതോടൊപ്പം തന്നെ മന്ത്രിമാരുടെയും വിവരങ്ങൾ, സ്വത്തുവകൾ സംബന്ധിച്ച വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ തന്നെ 2011-2016 കാലഘട്ടത്തിൽ ഇവർ ശേഖരിച്ച സ്വത്തുക്കളുടെ തീർച്ചയായും സിജു, അത് തന്നെയാണ് കൂട്ടിലടച്ച തത്ത എന്ന വിജിലൻസിന്റെ മേലുള്ള
പേരുദോഷം അത് നീക്കാൻ വേണ്ടി വ്യക്തമായ നടപടികളോടെ ജേക്കബ് തോമസും സംഘങ്ങളും നീങ്ങുകയാണ് എന്നുള്ളതിന്റെ വ്യക്തമായ വിവരങ്ങളാണ് എന്തായാലും നമുക്കിപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ബാർ കേസിൽ മാത്രമല്ല, അഴിമതി പുരണ്ട എല്ലാ നേതാക്കളിലേക്കുമായി വിജിലൻസ് നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുകയല്ലേ. ഇതിന്റെ വ്യക്തമായ വിവരശേഖരണം അത് ഏത് വക്കിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്? അഞ്ജു, ഇത് സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ബാർക്കോഴ എന്നത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന കേസല്ല. നമുക്കറിയാം കോഴ എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ കുംഭകോണമായി കെ മാണിക്കെതിരെ ഉയർന്നത്. പക്ഷേ ഏറ്റവും ഒടുവിലായി ലെഡ് ഫാക്ടറി ഉടമകളിൽ നിന്ന് വരെ നികുതി കുറയ്ക്കുന്നതിന് വേണ്ടി കോഴ വാങ്ങിയതിന് കോഴിക്കച്ചവടക്കാരിൽ നിന്നും സ്വർണ്ണ കച്ചവടക്കാരിൽ നിന്നും ലെഡ് ഫാക്ടറി ഉടമകളിൽ നിന്നും പെട്രോൾ പമ്പ് ഉടമകളിൽ നിന്നും അതോടൊപ്പം തന്നെ മില്ലുടമകളിൽ നിന്നും വരെ കോഴ വാങ്ങിയ ചരിത്രമാണ് കെ മാണിക്കുള്ളതെങ്കിൽ വസ്തുക്കൾ നിരവധി പേരുടെ വസ്തുക്കൾ ചാർത്തിക്കൊടുത്ത്, അതായത് മെത്രാൻ കായല അടക്കം മറ്റു സ്വകാര്യ വ്യക്തികൾക്ക് എഴുതി കൊടുത്ത UDF സർക്കാരിന്റെ നടപടികൾ നമുക്കറിയാം. ഏറ്റവും വിവാദമായ കടുംവെട്ട് മന്ത്രിസഭാ യോഗത്തിൽ മാത്രം 250ഓളം അവിഹിത ഇടപെടലുകളാണ് UDF മന്ത്രിസഭയിലെ മന്ത്രിമാർ നടത്തിയതെങ്കിൽ 2011 മുതൽ 2016 വരെയുള്ള 5 വർഷക്കാലം വിവിധ മേഖലകളിൽ ഈ മന്ത്രിമാർ നടത്തിയ ഈ ഐസ്ബർഗ്, ഒരുപക്ഷെ കെ ബാബു എന്ന് പറയുന്നത് ഐസ്ബർഗിന്റെ ഒരു ടിപ്പ് ആണെന്നും വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. കാരണം ബാബുവിൽ മാത്രം ഒതുങ്ങുന്നതല്ല, സോളാർ കുംഭകോണമായാലും ബാർക്കോഴയിൽ അടക്കം എല്ലാ മന്ത്രിമാരും ഉൾപ്പെട്ടിട്ടുണ്ട്. ആര്യാടൻ മുഹമ്മദ് വരെ സോളാർ കുംഭകോണ സമയത്ത് കോടികൾ സരിതായസ് നായരിൽ നിന്നും വാങ്ങിയതടക്കമുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഏതായാലും വിജിലൻസ്, അഞ്ജു സൂചിപ്പിച്ചതുപോലെ വിജിലൻസ് കൂട്ടിൽ അടച്ച തത്തയല്ല. അഴിമതിക്കെതിരെ ശക്തമായ നിലപാടെടുക്കുമെന്ന് പറഞ്ഞ LDF സർക്കാരിന്റെ നയം അത് അത്തരത്തിൽ തന്നെ നടപ്പിലാക്കുകയാണ്. കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്ത് ഏതൊക്കെ മന്ത്രിമാരാണോ അഴിമതി നടത്തിയിട്ടുള്ളത് അവർക്കെതിരെയുള്ള അന്വേഷണം ശക്തമായ രീതിയിൽ മുന്നോട്ട് പോകുന്നു. ഇതൊരിക്കലും ഒരു രാഷ്ട്രീയ പകപോക്കലല്ല എന്ന് മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം വിജിലൻസ് എന്ന് പറയുന്നത് സ്വതന്ത്രമായ ഒരു സംവിധാനമാണ്. ആ സംവിധാനം സംസ്ഥാനത്തെ അഴിമതി പൊതുപ്രവർത്തകരുടെ അഴിമതി ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെ അത്തരക്കാരെ കണ്ടെത്തുകയും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ളതാണ് വിജിലൻസിന്റെ നടപടിക്രമം. അത്തരത്തിലുള്ള അന്വേഷണ രീതികളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനായി വിവരശേഖരണം നടത്താനാണ് കഴിഞ്ഞ ആഴ്ച വിജിലൻസ് ഡയറക്ടർ ജില്ലാ വിജിലൻസ് യൂണിറ്റുകൾക്ക് നിർദ്ദേശം നൽകിയതും അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ജില്ലാ വിജിലൻസ് മേധാവികൾ ഇത് സംബന്ധിച്ച വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുന്നതും. തീർച്ചയായും അതുതന്നെയാണ് സിജു. അഴിമതിയിൽ മുങ്ങിയ ഉമ്മൻചാണ്ടി മന്ത്രിസഭയുടെ കള്ളക്കഥകൾ ഓരോന്നായി ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. വ്യക്തമായ വിവരങ്ങളോട് വ്യക്തമായ രേഖകളും തെളിവുകളോടും ഒക്കെയാണ് വിജിലൻസിന്റെ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ UDFന്റെ അടിത്തറ ഇളകുന്ന വ്യക്തമായ ഒരു നീക്കങ്ങൾ അത് തന്നെയല്ലേ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇനി UDFന്റെ മുന്നോട്ടുള്ള പോക്ക് അതൊരു ചോദ്യചിഹ്നമായി മാറുകയല്ലേ? അഞ്ജു, ഇത് ഒരു പക്ഷേ കേരള ചരിത്രത്തിൽ തന്നെ ആദ്യമായിരിക്കും ഇങ്ങനെ ഒരു സംഭവം. കാരണം ഒരു മന്ത്രിസഭയിൽ നമുക്കറിയാം കഴിഞ്ഞ കാലഘട്ടത്തിലെ ഒറ്റ മന്ത്രി പോലും വിജിലൻസ് കേസ് നേരിടാത്ത ഒരു മന്ത്രി പോലും ഈ സംസ്ഥാനത്തുണ്ടായിരുന്നു. അത് ഒരു പക്ഷേ ഇന്ത്യ ചരിത്രത്തിൽ തന്നെ ആദ്യമായിരിക്കാം ഇങ്ങനെ ഒരു വസ്തുത. കാരണം ഒരു മന്ത്രിസഭയിലെ മുഴുവൻ പേരും അഴിമതിക്കാരായി മാറിയ ഒരു സാഹചര്യം, അതിലേക്ക് അത്തരക്കാരെ പുറത്തു കൊണ്ടുവരുന്നതിനുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ വിജിലൻസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വിജിലൻസ് ഡയറക്ടർ തന്നെ ഇക്കാര്യം കഴിഞ്ഞ ദിവസം വ്യക്തമാക്കേണ്ടത് അഴിമതിയെ പൂർണ്ണമായും തുടച്ചു നീക്കുക, അഴിമതിക്കാരായ രാഷ്ട്രീയ പ്രവർത്തകരെയും പൊതുപ്രവർത്തകരെയും മന്ത്രിമാരെയും പൊതുജനമധ്യത്തിൽ കൊണ്ടുവരികയും നിയമ നടപടികളിലൂടെ അവർക്ക് ന്യായമായ അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ള നിലപാടാണ് വിജിലൻസ് ഡയറക്ടർ കൈക്കൊണ്ടിട്ടുള്ളത്. അതിന്റെ ഭാഗമായി തന്നെയാണ് സ്വാഭാവികമായും ഇപ്പോൾ ഇന്ന് ഈ അന്വേഷണത്തിന്റെ, അതായത് ഒരാഴ്ചയിലധികമായി ഇത്തരത്തിൽ വിവരങ്ങൾ ശേഖരിച്ചു തുടങ്ങിയെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതിന്റെ ആദ്യ പടി ഓണം എന്നാണ് ഏറ്റവും അധികം പെട്ടെന്ന് ഈ ബാർക്കോഴയുമായി ബന്ധപ്പെട്ട് മന്ത്രി ബാബുവിനെ തന്നെ ആദ്യം ഇത്തരത്തിൽ പിടികൂടാൻ കഴിഞ്ഞത് എന്നാണ് അറിയുന്നത്. കാരണം വളരെ സ്പഷ്ടമായി തന്നെ ബാബു എന്ന് പറയുന്നത് മന്ത്രി എറണാകുളത്ത് ഒരുപക്ഷെ തൃപ്പൂണിത്തുറയിൽ വളരെ ദരിദ്രമായ ഒരു ഫാമിലിയിൽ ഒരു കുടുംബത്തിൽ ജനിച്ച കെ ബാബു മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ വളരെ പെട്ടെന്ന് അനധികൃതമായ സ്വത്ത്, കോടിക്കണക്കിന് രൂപയുടെ സ്വത്ത് കൈക്കലാക്കുകയും അതോടൊപ്പം തന്നെ ബിനാമി പേരുകളിൽ പലയിടങ്ങളിൽ വസ്തുക്കൾ വാങ്ങിക്കൂട്ടുകയും ചെയ്തു. പല കമ്പനികളുടെയും പല ജുവലറികളുടെയും ബേക്കറികളുടെയും അടക്കം സഹ പാർട്ണറായി മാറുകയും ചെയ്ത സാഹചര്യമുണ്ട്. ഇതെല്ലാം കൂടി പരിശോധിക്കുമ്പോഴാണ് ബാബുവിൽ മാത്രം ഒതുങ്ങുന്നതല്ല അന്വേഷണം. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് UDFന്റെ നേതാക്കൾ, അതായത് UDF ഇപ്പോൾ കോൺഗ്രസിന്റെ മന്ത്രിമാരിലേക്ക് മാത്രമല്ല RSP മന്ത്രിയായിരുന്ന ഷിബു ബേബി ജോണിലേക്കും ജനതാദൾ യൂണിയൻ മന്ത്രിയായിരുന്ന KP മോഹൻ അടക്കമുള്ളവർ അഴിമതി കാണിച്ചിട്ടുണ്ട്. ഇതിന്റെ എല്ലാ വിവരങ്ങൾ നമുക്കറിയാം. KP മോഹനന്റെ ചുമതലയിലുണ്ടായിരുന്ന കൃഷി വകുപ്പിന്റെ ഡയറക്ടറായിരുന്ന അശോക് കുമാർ തെക്കൻ എന്നയാളിനെ 2 ആഴ്ചയ്ക്ക് മുമ്പ് കൃഷി വകുപ്പ് ഡയറക്ടർ സസ്പെൻഡ് ചെയ്തിരുന്നു. കൃഷി വകുപ്പിൽ നടന്നിരുന്ന കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയുമായി ബന്ധപ്പെട്ടാണ് അശോക് കുമാർ തെക്കനെ സസ്പെൻഡ് ചെയ്തത്. അശോക് കുമാർ തെക്കൻ KP മോഹനന്റെ സ്വന്തം
സ്വന്തം ബിനാമി അല്ലെ സ്വന്തം ആളായിരുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. ഇതെല്ലാം പരിശോധിക്കുമ്പോൾ UDF സർക്കാരിൻ്റെ കാലത്ത് എല്ലാ മന്ത്രിമാരും അവരവരുടെ വകുപ്പുകളിലെ ഒരു വലിയൊരു തൊഴുത്താക്കി തന്നെ ഒരു കൈയിട്ട് വാരാനുള്ള ഒരു ചക്കരക്കുടമാക്കി മാറ്റിയെന്ന് തന്നെ വേണം പറയാൻ കഴിയുക. അതുകൊണ്ട് തന്നെ മന്ത്രിമാർ മാത്രമല്ല, മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾ ഉൾപ്പെടെ കോടിക്കണക്കിന് രൂപയുടെ സമ്പാദ്യം 2011-2016 കാലയളവിൽ നേടിയിട്ടുണ്ട്. ഇതിനെ സംബന്ധിച്ച വ്യക്തമായ തെളിവുകൾ ശേഖരിക്കുകയാണ് ഇപ്പോൾ വിജിലൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബിനാമി പേരിലായാൽ പോലും ഇവരെ കണ്ടെത്തുകയും ഇവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും ചെയ്യുന്നുള്ള നിലപാടിലേക്കാണ് വിജിലൻസ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും 20 UDF നേതാക്കൾ, മന്ത്രിമാരുൾപ്പെടെ 20 UDF നേതാക്കൾക്കെതിരെ വിജിലൻസ് അന്വേഷണം ശക്തമാക്കിയിരിക്കുകയാണ്. അഞ്ജു, തീർച്ചയായും അഴിമതി കറപുരണ്ട നേതാക്കൾക്കെതിരെ വലിയ രീതിയിലുള്ള ഒരു അന്വേഷണവുമായാണ് വിജിലൻസ് മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ച് സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളിലും കമ്പനികളിലും റിയൽ എസ്റ്റേറ്റുകളിലും അടക്കം നിരവധി പണങ്ങൾ ഫണ്ട് നിക്ഷേപിച്ചിട്ടുള്ളവർക്കെതിരെ ശക്തമായ നടപടികൾ, അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ലിസ്റ്റ് തന്നെ ഇപ്പോൾ നിലവിൽ വിജിലൻസ് തയ്യാറാക്കിയിട്ടുണ്ട്. ഇത്തരത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഒരുപക്ഷെ ഒട്ടനവധി നേതാക്കളുടെ മുഖംമൂടി അത് മറനീക്കി പുറത്തു കൊണ്ടുവരുവാൻ ജേക്കബ് തോമസ് എന്ന വിജിലൻസ് ഡയറക്ടർക്ക് സാധിക്കുമെന്നുള്ള വ്യക്തമായ സൂചനകൾ കൂടിയല്ലേ പുറത്തു വരുന്നത്? അഞ്ജു, തീർച്ചയായും കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് ശങ്കർ റെഡ്ഡി വിജിലൻസ് ഡയറക്ടറായി അവരോധിക്കുന്ന അടക്കമുള്ള വിവാദ സംഭവങ്ങളെക്കുറിച്ച് കേരള ജനതയ്ക്ക് ഓർമ്മയുണ്ട്. ഏതായാലും വിജിലൻസ് എന്ന് പറയുന്ന സംവിധാനത്തെ തന്നെ കൃത്യമായി ദുരുപയോഗം ചെയ്ത UDF മന്ത്രിസഭ, അതുകൊണ്ട് തന്നെ ന്യായമായ അന്വേഷണങ്ങൾ അവിടെ നടക്കുന്നില്ല. മന്ത്രിമാരടക്കമുള്ളവർ അഴിമതി നടത്തിയിട്ടും രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് വിജിലൻസ് ഡയറക്ടറായി ജേക്കബ് തോമസിനെ കൊണ്ടുവരുന്നതോടുകൂടി ഒരു പക്ഷേ ഈ അഴിമതി നടത്തിയ എല്ലാ മന്ത്രിമാരും ഒരു വേള പേടിച്ചിട്ടുണ്ടാകണം. സ്വാഭാവികമായി അത്തരത്തിൽ തന്നെ അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. കാരണം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ നമ്മൾ തന്നെ നിരവധി വാർത്തകൾ പുറത്തുവിട്ടു. നമുക്കറിയാം, സോളാർ കുംഭകോണമായാലും ബാർക്കോഴ അടക്കം വാർത്തകൾ കേരള സമൂഹം ഞെട്ടിയ വാർത്തകൾ പുറത്തുവിട്ടത് പീപ്പിൾ TV ആണ്. സോളാർ കുംഭകോണത്തിൽ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫായ ടെന്നി ജോപ്പനും നിരവധി മന്ത്രിമാർ പേരുൾപ്പെടെ അത് വെറും ഒരു കോഴ എന്നതിൽ ഉപരിയായിട്ട് ഒരു ലൈംഗിക അപവാദം എന്ന തരത്തിൽ തന്നെ കൂടി വ്യാഖ്യാനിക്കേണ്ട കേസായിരുന്നു സോളാർ കേസ്. അത് പീപ്പിൾ TV ആണ് പുറത്തുവിട്ടത്. പിന്നാലെ വന്നിട്ടുള്ള ബാർക്കോഴയെ സംബന്ധിച്ച നിർണായകമായ വിവരങ്ങളും പുറത്തുവിട്ടത് പീപ്പിൾ TV ആണ്. ഇതെല്ലാം പിന്നീട് തന്നെ ഒരിക്കലും രാഷ്ട്രീയ ആരോപണങ്ങൾ ആയിരുന്നു എന്ന തരത്തിലായിരുന്നു അന്ന തരത്തിൽ ഈ കോൺഗ്രസും UDFും ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നത്. പക്ഷേ ഇത് ആരോപണങ്ങൾ ആയിരുന്നില്ല, ശരിയായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ പുറത്തു വന്നതെന്ന് പിന്നീട് തെളിയുകയും ചെയ്തു. ഏതായാലും ഇപ്പോൾ ഏറ്റവും ഒടുവിലായി മാണിയെ കുറ്റമുക്തനാക്കി വിജിലൻസ് സമർപ്പിച്ച റിപ്പോർട്ട് തള്ളിക്കൊണ്ട് പുതിയ അന്വേഷണം നടത്താൻ തുടരന്വേഷണം നടത്താൻ വിജിലൻസ് തന്നെ ഉത്തരവിട്ടിരിക്കുന്നു. അതിന്റെ തുടർച്ചയായി കെ ബാബുവിനെതിരെ ഇപ്പോൾ അന്വേഷണം ശക്തമാക്കിയിരിക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ചയായി കെ ബാബുവിന്റെ ബിനാമികളുടെ വീടുകളിലും അതോടൊപ്പം തന്നെ ബന്ധുക്കളുടെ വീടുകളിലും അടക്കം വിജിലൻസ് റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ സാഹചര്യങ്ങളെല്ലാം പരിശോധിക്കുമ്പോൾ അഴിമതിക്കെതിരെ ഒരു കുരിശുയുദ്ധം തന്നെയാണ് വിജിലൻസ് ഡയറക്ടർ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയാൻ കഴിയും. ഇതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ഒരാഴ്ചയായി ജില്ലാ വിജിലൻസ് യൂണിറ്റുകൾക്ക് വിജിലൻസ് ഡയറക്ടർ ശക്തമായ നിർദ്ദേശം നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ച മന്ത്രിമാരുടെയും അവരുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളുടെയും വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ ഏറെക്കുറെ പൂർണ്ണമായിരിക്കുന്നു എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. സമഗ്രമാണ് വിവരങ്ങൾ. ബാബുവിന് പുറമെ 20 UDF നേതാക്കൾ കൂടി വിജിലൻസിന്റെ നോട്ടപ്പുള്ളികളാകുന്നു.